ഹലോ വെൽക്കം ബാക്ക് ടു സൈബർ ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ ഞാനിന്ന് വന്നിട്ടുള്ളത് മക്കളെ, നമുക്കറിയാം നമ്മുടെ ക്രിസ്മസ് എക്സാം വരാൻ പോവുകയാണ്. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമല്ലേ, നമുക്ക് ഇനി ഒരു മാസമൊക്കെ നമുക്ക് എന്തിനേക്കുള്ളൂ, നമ്മുടെ ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്കുള്ളൂ. അപ്പോൾ ആ ക്രിസ്മസ് എക്സാമിന് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു തുടങ്ങണം. ഓണം എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ അധിക സമയം നമുക്ക് എന്ത് ചെയ്യില്ല, മെയിൻ എക്സാമിന് വേണ്ടിയില്ല. അപ്പോഴേക്കും നമുക്ക് ഒരുപാട് പോർഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, തീർക്കാനുണ്ട്. ഞാൻ പറയുന്നു, ഇതുവരെ ഇതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസ്ത്ര ബാച്ച് ഒരുങ്ങിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ 99540080 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അസ്ത്രയുടെ ഭാഗമായിട്ട് മാറുക, അടിപൊളിയായി ഉഷാറായിട്ട് പഠിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ട് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രസി അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് മകളെ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ആ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിക്കേ. പബ്ലിക് ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ ഡിഫൈൻ ദ പബ്ലിക് ഒപ്പീനിയൻ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ചോദ്യം വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ പൊതുജനാഭിപ്രായം എന്താണെന്ന് പറയാൻ പറ്റുമല്ലോ. ഇറ്റ്സ് എ ജനറൽ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ അല്ലേ. അപ്പോൾ ജനങ്ങളുടെ പൊതുവായ അഭിപ്രായത്തിൽ, ജനറൽ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് ആക്ച്വലി എന്ത്, പൊതുജനാഭിപ്രായം അല്ലേ. ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയത്തിന്റെ മുകളിലുണ്ടാകുന്ന ജനങ്ങളുടെ അഭിപ്രായത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇനി മക്കൾസെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ്. മക്കൾ നോക്കിക്കോ. റൈറ്റ് എനി 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പബ്ലിക് ഒപ്പീനിയൻ. മകളെ, പൊതുജനാഭിപ്രായത്തിന്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതാനാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ. മക്കളെ, നമുക്കറിയാം പ്രധാനമായിട്ടും ഒരു 5-6ഓളം സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എഴുതേണ്ടത് വെറും 3 എണ്ണമാണ്. അതിലൊന്ന് നമുക്ക് നോക്കിയാൽ മതി, ദ റിഫ്ലക്ഷൻ ഓഫ് എ ഡൈവേഴ്സ് ഒപ്പീനിയൻ അല്ലേ. ഈ പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്, വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മക്കളെ, ഇറ്റ്സ് എ ക്രിയേഷൻ ഓഫ് ജനറൽ കൺസേൺസ് ഓൺ എ ടോപ്പിക്. മകളെ, ഒരു വിഷയത്തിന്റെ മുകളിൽ പൊതുസമ്മതം എന്ത് ചെയ്യുന്നുണ്ട്, പൊതുജനാഭിപ്രായം ഉണ്ടാക്കുന്നുണ്ട്, പൊതുസമ്മതം ഉണ്ടാക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ നോക്കും മകളെ, ഇറ്റ് ചേഞ്ച് ദ സർക്കംസ്റ്റാൻസസ് ടൈം ആൻഡ് ന്യൂ നോളജ് അല്ലേ. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പൊതുജനാഭിപ്രായം മാറുന്നുണ്ട് അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ മാറുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് 3 എണ്ണമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 എണ്ണം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, റെഡി. ഇതിനകത്ത് സിമ്പിൾ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവസാനത്തൊക്കെ ആണെങ്കിൽ എൻഷുർ ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ. മക്കളെ, ജനാധിപത്യപരമായ പൊതു ആശയവിനിമയം ഉറപ്പാക്കുന്നു. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് നിങ്ങൾക്ക് സിമ്പിൾ പോയിന്റുകൾ ഏതാണോ അത് മിനിമം എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഒരു 4 മാർക്ക് ഉറപ്പിച്ചോ, ഒരു 4 മാർക്കിന് വരെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, ഒരു 4 മാർക്ക്. ഓക്കെ, റെഡി. ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കൂ മക്കളെ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദി ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. മക്കളെ, ഈ രീതിയിലേക്ക് ചോദ്യങ്ങൾ വരാനുണ്ട്. പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ കുടുംബവും വിദ്യാഭ്യാസ സ്ഥാപനവും വഹിക്കുന്ന പങ്ക് എന്ത് എന്നാണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഷേപ്പിംഗ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് നോക്കാം, പൊതുജനാഭിപ്രായ രൂപീകരണത്തിനകത്ത് ഫാമിലിയുടെ റോൾ എന്താണ്. മക്കളെ, പൊതുജനാഭിപ്രായം പ്രധാനമായിട്ടും ഇതുപോലെ തന്നെ രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസീസിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിയർ ഗ്രൂപ്പ്, മീഡിയ എന്നൊക്കെ നമുക്കറിയാം. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ആര്, ഫാമിലി അല്ലേ. കുടുംബം പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാം. ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്താണ്, പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, റെഡി അല്ലേ? നോക്ക്, അതിനകത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കാം, എ ഫാമിലി സോഷ്യലൈസേഷൻ പ്രോസസ് സ്റ്റാർട്ട് ഫ്രം ദ ഫാമിലി. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ചൈൽഡിന്റെ ഒരു പ്രധാനപ്പെട്ട സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹിക രൂപീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് എവിടുന്നാണ്, കുടുംബത്തിൽ നിന്നാണ് എല്ലാത്തിനും ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ട്രഡീഷണൽ ബിലീഫ്സ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് ദി ഫാമിലി ഇൻഫ്ലുവൻസസ് പബ്ലിക് ഒപ്പീനിയൻ. അതേപോലെ തന്നെ മക്കൾ മനസ്സിലാക്കി, ഒരു കുടുംബത്തിന്റെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, അവരുടെ ധാരണകൾ, ഇതൊക്കെ തന്നെ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ പറയുന്നുണ്ട് മക്കളെ, നോക്ക് എല്ലാവരും ശ്രദ്ധിച്ചോ. എ ചൈൽഡ് ഈസ് എ പാർട്ടിസിപ്പന്റ് ഓർ വിറ്റ്നസ് ഇൻ ദ ഡിസ്കഷൻ ഹെൽഡ് ഇൻ ദ ഫാമിലി ഇൻ വിച്ച് പോളിറ്റിക്സ്, ബിലീഫ്സ്, റിലീജിയൻ, ലിറ്ററേച്ചർ എക്സെട്ര ഓൾ ദ ടോപ്പിക്സ്. നമുക്ക് ശ്രദ്ധിക്കുക, കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ്. രാഷ്ട്രീയം, വിശ്വാസം, മതം, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം വിഷയമാകുന്നുണ്ട്. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കകത്തും കുടുംബത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ചകൾ വരുന്നുണ്ട്. അതിനകത്തൊക്കെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. അതിലൊക്കെ കുട്ടിയുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. അതേപോലെ നോക്കൂ മക്കളെ, ഫാമിലി is the first place in the formation of child public opinion on various issues. മക്കളെ, വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ മുകളിലുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപത്തിന്റെ പ്രഥമ സ്വാധീനം കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തിലാണ്. കുടുംബത്തിൽ നിന്നാണ് കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയും നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. പിന്നെ നമുക്കുള്ളത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ട് നിങ്ങൾ നോക്ക്, ഒരു പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് എന്തൊക്കെ നിങ്ങൾ നോക്ക്, ടു ഡെവലപ്പിംഗ് ചൈൽഡ് നോളേജ്, റൈറ്റ്, ഡ്യൂട്ടി, സയന്റിഫിക് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കൾച്ചർ ആൻഡ്
സ്കിൽസ്. മക്കളെ പ്രധാനമായിട്ട് ഒരു കുട്ടിയുടെ അറിവ്, അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മക ചിന്ത, സംസ്കാരം ഇതെല്ലാം രൂപപ്പെടുത്തുന്നത് എവിടുന്നാണ്? ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ നോക്കൂ മക്കളെ, ഇറ്റ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് എ പേഴ്സൺ ടു ഫോം ഇൻഡിപെൻഡന്റ് ആൻഡ് റാഷണൽ ഒപ്പീനിയൻ ഓഫ് എനി സബ്ജക്ട്. മക്കളെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ വ്യക്തി ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും നീതിയുക്തഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്തുന്നത് എവിടുന്നാണ്? ഈ പറയുന്ന ഇവിടുന്നാണ്, എഡ്യൂക്കേഷൻ എന്നാണ്. അതേപോലെ തന്നെ നോക്കൂ മക്കളെ, educational institution play an important role in the shaping children's understanding of various subject. മക്കളെ നമുക്കറിയാം, നമ്മൾ സബ്ജക്റ്റുകളിലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് നമ്മൾ പഠിക്കുകയും അതിനെക്കുറിച്ച് ഒരു ധാരണ രൂപപ്പെടുത്തുകയും ചെയ്യുന്നത് എവിടുന്നാണ്? വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണ് അല്ലേ? ലോകത്തുള്ള അറിവുകളെക്കുറിച്ചൊക്കെ പല വിധത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടുന്നാണ്? സ്കൂളുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണെന്നുള്ളത് അറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ മക്കളെ. ആക്ടിവിറ്റീസ് ഇൻ സച്ച് ആസ് സ്കൂൾ പാർലമെന്റ്, ക്ലബ് ആക്ടിവിറ്റീസ്, sports and cultural activities act as platform in developing democratic and civic sense among the students. മക്കളെ ശ്രദ്ധിക്കുക, കുട്ടികൾക്കകത്ത് ഇതേപോലെ തന്നെ സ്കൂളിനകത്ത് സ്കൂൾ പാർലമെന്റും ക്ലബ്ബ് പ്രവർത്തനങ്ങളും കലാകായിക മേളകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ പ്രധാനമായിട്ടും എന്താണ്? കുട്ടിയുടെ ഒരു ജനാധിപത്യ ബോധവും പൗരബോധവും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലേക്കുള്ള പൗരബോധമൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ ഇനി ലാസ്റ്റ് വൺ നിങ്ങൾ നോക്കും മക്കളെ. സച്ച് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ഇനഫ് അവന്യൂ ഓഫ് ദി ലേണേഴ്സ് ടു എക്സ്പ്രസ് their opinion that develop skill forming public opinion. കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഒരുക്കുകയും അതുവഴി പൊതുജനാഭിപ്രായത്തിനുള്ള നൈപുണ്യം ആർജിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ? വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മക്കളെ ഉറപ്പിച്ചു വെച്ചോ, കാരണം ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 4 മാർക്കിനാണ് എന്ത് ചെയ്യുക? ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഈ സിമ്പിൾ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഈസി ആക്കി നമുക്ക് അസ്ത്രയ്ക്കകത്ത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ അല്ലാതെ സ്വന്തം വായിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആയിട്ട് തോന്നും. പക്ഷേ നിങ്ങൾക്കറിയാം, അസ്ത്രയിലെ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ ഷോർട്ടാക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്കാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫുൾ A+ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അസ്ത്രയുടെ ഭാഗമായി മാറുക. ഇപ്പോൾ തന്നെ ഡിസിഷൻ എടുക്കുക, കാരണം അവസാനത്തെ നീട്ടിക്കൊണ്ടുവരുത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഫുൾ A+ലേക്ക് നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. സോ മക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. സോ